ആനകളെ കണ്ടിരുന്നു. പക്ഷേ ഇന്ന് അതേസമയം ഒരാന മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനെ നോക്കി നിൽക്കുന്ന സമയം ഇതിൻ്റെ പുറകിലൂടെ മറ്റൊരാന ദേ കടന്നു പോകുന്നുണ്ട്. ഇത് നിന്നതിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരെ മാറിയിട്ടാട്ടോ ഈ ഒരു ആന ഇപ്പോൾ കടന്നു വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് ആനത്താരയെ പറ്റി നന്നായിട്ട് മനസ്സിലാവും. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ ഒരു ആന ഇപ്പോൾ വരുന്നുണ്ടല്ലോ, ഇതേ വഴി കൂടെ തന്നെയാട്ടോ ഇപ്പോൾ അവിടെ തിന്നുകൊണ്ട് നിൽക്കുന്ന ആനയും വരാൻ പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇവൻ നേരത്തെ അവിടെ തിന്നിട്ട് താഴത്തേക്ക് പോയതായിരിക്കാം. എന്തായാലും ദേ ഇപ്പോൾ അവൻ റോഡ് കടക്കാൻ പോവാണ്. ഇവന് ഇച്ചിരി കലിപ്പും ദേഷ്യമൊക്കെ ഇത്തിരി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. അവൻ വന്ന് അവിടെ റോഡിൽ ആളുണ്ടോയെന്നൊന്നും നോക്കില്ല. പെട്ടെന്ന് തന്നെ അവൻ റോഡ് മുറിച്ച് കടക്കാൻ പോകും. അതുമാത്രമല്ല റോഡിൽ ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഓടിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ആന കേട്ടോ നമ്മുടെ ഇപ്പോൾ ഈ ഒരു റോഡ് മുറിച്ച് കിടന്ന ആന. അപ്പോൾ അതേ നമ്മൾ നേരത്തെ അവിടെ തിന്നുകൊണ്ട് നിന്ന ആന അതേ ഇപ്പോൾ പതുക്കെ താഴത്തേക്ക് പോയി. ശരിക്കും ഈ ഒരു ആന നിൽക്കുന്നത് റോഡ് സൈഡിൽ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇവൻ ഈ റോഡ് കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവൻ ആ ചുറ്റി കറങ്ങി അപ്പുറത്തെ വഴിക്കൂടെ പോണത്. കണ്ടില്ലേ, നേരത്തെ വന്ന ആന വന്ന അതേ വഴി കൂടെ തന്നെയാണ് ഇപ്പോൾ ഇവനും വരുന്നത്. അതായത് ഇവർ സ്ഥിരമായിട്ട് പോകുന്ന ഒരു റൂട്ടുണ്ട്, ആ വഴിക്ക് മാത്രമാണ് ഇവർ സഞ്ചരിക്കുള്ളൂ. അത് തന്നെയാണ് ഇപ്പോൾ അതേ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മറ്റവൻ പോയ അതേ വഴിക്ക് തന്നെ ഇവനും റോഡ് മുറിച്ച് കടന്നു പോകും. ശരിക്കും ആന തിന്ന സ്ഥലത്ത് നിന്ന് തൊട്ടപ്പുറത്തേക്ക് അങ്ങോട്ട് റോഡ് മുറിച്ച് കടന്നാൽ മതി. പക്ഷെ അവർ ചെയ്തില്ല. ചുറ്റിക്കറങ്ങി ആ ഫസ്റ്റ് ആന ഏത് വഴിക്കാണോ പോയി ആ വഴിക്ക് തന്നെ ഇവർ വരുന്നത്. ഇതിപ്പോൾ എത്ര കിലോമീറ്റർ നടന്നാലും ഒരു കുഴപ്പമില്ലാന്ന് അവർ ആ വഴിക്ക് തന്നെ വരത്തുള്ളൂ. അങ്ങനെ അതേ ഇവനും റോഡ് മുറിച്ച് കിടക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ട് അവിടെ പേടിപ്പിച്ച് അവിടെ നേരത്തെ കുറച്ച് പശുക്കുട്ടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ നിന്നിട്ടൊന്ന് രൂക്ഷമായിട്ടൊക്കെ നോക്കിയത്. അങ്ങനെ ഇപ്പോൾ അതായത് നമ്മളിന്ന് കണ്ട 2 ആനകളും റോഡ് മുറിച്ച് കടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്ക ദിവസത്തെ മോർണിംഗ് കാഴ്ചയും ഈവനിങ് കാഴ്ചയും ഒക്കെ ഇത് തന്നെയാണ്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇവിടെ എങ്ങനെയാണ് തൊഴിലാളികൾ ടാപ്പ് ചെയ്യണതെന്നൊക്കെ ഉള്ള കാര്യം. കാരണം ഇത്രയും ആനകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ ഇവിടെ ഒത്തിരി സൂപ്പർവൈസർമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ വന്ന് ആദ്യം ഇതിനെയൊക്കെ നോക്കും, ആനകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഈ ഒരു ടാസ്കിൽ നിന്ന് മാറ്റിയതിന് ശേഷമാണ് മിക്കവാറും തൊഴിലാളികളൊക്കെ ഈ ഒരു റബ്ബർ ടാപ്പിങ്ങിന് ഇറങ്ങുന്നത് കേട്ടോ. പിന്നെ ആനകളായാലും ആളുകളൊക്കെ വന്നു തുടങ്ങുന്ന സമയം കൊണ്ട് തന്നെ കാട് കയറാൻ ശ്രമിക്കാറുണ്ട് പലപ്പോഴും. പിന്നെ വൈകിട്ടൊക്കെ ആകുമ്പോഴാണ് ഇവർ ഇറങ്ങുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ രണ്ടാമത്തെ ആന ഇപ്പോൾ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ആന നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്കാണ്. പിന്നെ വേറെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ഗണപതി എവിടെയെന്നാണ്. നമ്മുടെ ഗണപതി മതപ്പാടൊക്കെ ആയിട്ട് ചൊക്കന ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും അവൻ അവിടെ തന്നെയാണ്. എന്തായാലും ജൂണൊക്കെ കഴിയും അവൻ ഇവിടെ എത്താനായിട്ട്. കാര്യം വേറെ ഒന്നുമല്ല, എല്ലാ കൊല്ലവും ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജൂൺ ലാസ്റ്റൊക്കെ ആവണം നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്താനായിട്ട്. അപ്പോൾ ഇത്തവണയും അങ്ങനെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ നിങ്ങളുടെ കമൻസൊക്കെ കാണാറുണ്ട്. ഞാൻ പരമാവധി റിപ്ലൈ ഒക്കെ കൊടുക്കാറുണ്ട്. എന്നാലും വീണ്ടും വീണ്ടും വരുന്നതുകൊണ്ട് ഈ വീഡിയോയിലൂടെ ഒന്നുകൂടിയും പറഞ്ഞതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.